നിത്യവസന്തം. രചന നിശാഗന്ധി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. പകുതി മയക്കത്തോടെ മുകളിൽ കറങ്ങുന്ന ഫാനിനെ നോക്കി അടക്കുമ്പോഴാണ് പിന്നെയും വാതിലിൽ മുട്ടുകേട്ടത്. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന് അവൾ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റ് ബെഡിലിരുന്നു. അയ്യോ, നേരം വെളുത്തോ പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റും നോക്കി. കർട്ടനുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ കാണുകെ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ സ്വന്തം തലക്കിട്ട് തന്നെ ഒരു കൊട്ടുകൊടുത്തു. താമസിയാതെ അടുത്ത മുട്ടും കൂടെ. ദേഷ്യത്തോടെ നിത്യ എന്നുള്ള വിളിയും കൂടി ആയപ്പോൾ അവൾ അകത്തുനിന്ന് വിളി കേട്ടു. ദാ വരുന്നമ്മ. ഹായ്, നല്ല തുടക്കം എന്ന് സ്വയം പിറുപിറുത്തുകൊണ്ട് അവൾ ചെന്ന് ഡോർ തുറന്ന പാടെ തന്നെ മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന അമ്മയെയും ചിറ്റയെയും കണ്ടു. അവരെന്തെങ്കിലും പറയും മുന്നേ അവൾ കൊഞ്ചലോടെ പറഞ്ഞു തുടങ്ങി. അമ്മ സോറി അമ്മ, ഞാൻ ഉറങ്ങിപ്പോയി, അലാറം അടിച്ചില്ല, അതാ സോറി. ഞാൻ 6 മണിക്ക് അമ്പലത്തിൽ പോകാമെന്ന് ചേച്ചിയോട് പറഞ്ഞതാ, പക്ഷെ എന്ത് ചെയ്യാനാ. ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ റെഡി ആവാം, ഓക്കെ എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ച് തിരിച്ച് മറുപടി ഒന്നും കേൾക്കാൻ നിൽക്കാതെ റൂമിലേക്ക് ഓടിക്കയറി. ഇതാണ് നിത്യ, നമ്മുടെ കഥാനായിക. ആള് തിരുവനന്തപുരത്താണ് താമസം. ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗം. അച്ഛൻ സേതുമാധവൻ, അമ്മ ഭാമ, രണ്ടുപേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. പിന്നെയുള്ളത് ഒരു ചേച്ചി നിത, ഒരു സ്കൂൾ ടീച്ചറാണ്. ഭർത്താവ് ദീപു ബാങ്ക് മാനേജറാണ്. പിന്നെ എന്തിനും ഏതിനും ബന്ധുക്കളും അയൽക്കാരുമായ ചിറ്റ ദീപയും ഭർത്താവ് ഗോകുമാറും മക്കളായ ആദിയും അനശ്വരയും അനുവും. പിന്നെ പറയാൻ മറന്നു, ഇന്നെന്റെ കല്യാണമാണ്. ഇതിന്റെ തിരക്കിലാണ്, അതിന്റെ തിരക്കിലാണ് ഇവിടെ എല്ലാവരും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വളരെ കുറച്ച് പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹം. ചെക്കൻ വേറെ ആരുമല്ല കേട്ടോ, അച്ഛന്റെ ഉറ്റ സുഹൃത്തായ സതീഷൻ അങ്കിളുടെ മകൻ മഹാദേവ് എന്ന മഹിയേട്ടൻ. ഇപ്പൊ പുള്ളി കൊച്ചിയിലെ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പഠിച്ചതും വളർന്നൊക്കെ പൂനെയിലാണ്. കൂടാതെ ചെറുപ്പം മുതലെയുള്ള എന്റെ ക്രഷ് കൂടിയാണ് കേട്ടോ ആള്. ആ കാര്യം മാത്രം ഇവിടെ ആർക്കും അറിയില്ല. അതാണ് എന്നെ പറ്റിയുള്ള പരമമായ രഹസ്യം. അവർ പൂനെയിലേക്ക് താമസം മാറിപ്പോയ ശേഷം ആളെ ഞാൻ കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ല. എന്നാൽ ആ ഒരു ഇഷ്ടം മനസ്സിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുമ്പ് സതീശനങ്ങൾ ഒരു ഓണത്തിന് വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ചേച്ചി അവർക്ക് മരുമകളായി കൊടുക്കുമെന്ന് അച്ഛനോട് ചോദിച്ചു. വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിൽ വേദനയാണ് ഉണ്ടാക്കിയത്. കുറച്ച് നാളതോർത്ത് എൻ്റെ ഉറക്കവും മനസ്സമാധാനവും പോയി എന്ന് വേണം പറയാൻ. പിന്നെ എങ്ങനെയോ പതിയെ ഞാനതുമായി പൊരുത്തപ്പെട്ടു. ഒരിക്കൽ കോളേജിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ഞാൻ കണ്ടത് പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചു നിൽക്കുന്ന എൻ്റെ ചേച്ചിയെയും ദീപേട്ടനെയും ആയിരുന്നു. അവർ അച്ഛനോട് അമ്മയോട് അവരുടെ ബന്ധത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ആ ബന്ധം ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കും പൊട്ടിത്തെറിക്കുമൊക്കെ കാരണമായി. എന്നാലും കുറച്ച് മാസങ്ങൾക്കകം തന്നെ ദീപേട്ടൻ്റെ താലി ചേച്ചിയുടെ കഴുത്തിലേക്ക് വീണു. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം സതീഷ് അങ്കിളും മായാൻ്റെയും വീട്ടിലേക്ക് വന്ന്. താമസിയാതെ തന്നെ കല്യാണം എന്ന നറുക്കെനിക്ക് വീണു. എല്ലാവരുടെയും മുന്നിൽ പേടിയും സങ്കടമൊക്കെ അഭിനയിച്ചെങ്കിലും മനസ്സിനുള്ളിൽ സന്തോഷത്തിന്റെ ലഡുപൊട്ടുന്ന ഞാൻ സമർത്ഥമായി തന്നെ ഒളിപ്പിച്ചു. വളരെ പെട്ടെന്ന് കല്യാണ തീയതി കുറിക്കപ്പെട്ടു. ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നെങ്കിൽ ഞാൻ വലിയ സന്തോഷത്തിലായി. അതിനുള്ളിൽ മായാൻ്റെയും അമ്മയും മകനും ഒരുമിച്ചു. പിന്നെ പറയാൻ മറന്നു, ഇന്നെന്റെ കല്യാണമാണ്. ഇതിന്റെ തിരക്കിലാണ് ഇവിടെ എല്ലാവരും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വളരെ കുറച്ച് പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹം. ചെക്കൻ വേറെ ആരുമല്ല കേട്ടോ, അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ സതീശനങ്ങളുടെ മകൻ മഹാദേവ് എന്ന മഹിയേട്ടൻ. ഇപ്പൊ പുള്ളി കൊച്ചിയിലെ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പഠിച്ചതും വളർന്നൊക്കെ പൂനെയിലാണ്. കൂടാതെ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ക്രഷ് കൂടിയാണ് കേട്ടോ ആള്. ആ കാര്യം മാത്രം ഇവിടെ ആർക്കും അറിയില്ല. അതാണ് എന്നെ പറ്റിയുള്ള പരമമായ ഒരു രഹസ്യം. അവർ പൂനെയിലേക്ക് താമസം മാറിപ്പോയ ശേഷം ആളെ ഞാൻ കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ല. എന്നാലും ആ ഒരു ഇഷ്ടം മനസ്സിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് നാൾക്ക് മുമ്പ് സതീഷ് അങ്കിൾ ഒരു ഓണത്തിന് വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ചേച്ചി അവർക്ക് മരുമകളായി കൊടുക്കുമെന്ന് അച്ഛനോട് ചോദിച്ചു. വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിൽ വേദനയാണ് ഉണ്ടാക്കിയത്. കുറച്ച് നാളതോർത്ത് എൻ്റെ ഉറക്കവും മനസ്സമാധാനവും പോയി എന്ന് വേണം പറയാൻ. പിന്നെ എങ്ങനെയൊക്കെയോ പതിയെ ഞാനതുമായി പൊരുത്തപ്പെട്ടു. ഒരിക്കൽ കോളേജിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ഞാൻ കണ്ടത് പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചു നിൽക്കുന്ന എൻ്റെ ചേച്ചിയെയും ദീപേട്ടനെയും ആയിരുന്നു. അവർ അച്ഛനോടും അമ്മയോടും അവരുടെ ബന്ധത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ആ ബന്ധം ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കും പൊട്ടിത്തെറിക്കൊക്കെ കാരണമായി. എന്നാലും കുറച്ച് മാസങ്ങൾക്കകം തന്നെ ദീപുവേട്ടൻ്റെ താലി ചേച്ചിയുടെ കഴുത്തിലേക്ക് വീണു. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം സതീശൻ അങ്കിളും മായാൻ്റെയും വീട്ടിലേക്ക് വന്നത്. താമസിയാതെ തന്നെ കല്യാണം എന്ന് നറുക്കെനിക്ക് വീണു. എല്ലാവരുടെയും മുന്നിൽ പേടിയും സങ്കടവും ഒക്കെ അഭിനയിച്ചെങ്കിലും മനസ്സിനുള്ളിൽ സന്തോഷത്തിന്റെ ലഡുപൊട്ടുന്ന ഞാൻ സമർത്ഥമായി തന്നെ ഒളിപ്പിച്ചു. വളരെ പെട്ടെന്ന് കല്യാണ തീയതി കുറിക്കപ്പെട്ടു. ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നതിൽ ഞാൻ വലിയ സന്തോഷത്തിലായി. അതിനിടയിൽ ആളുടെ പുതിയൊരു ഫോട്ടോ മായാൻ്റി എനിക്ക് അയച്ചു തന്നു. അതിൽ മഹിയേട്ടനെ കണ്ട് എൻ്റെ കണ്ണു തള്ളിപ്പോയി. മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെതായ എല്ലാ മാറ്റങ്ങളും അയാളിൽ പ്രകടമായിരുന്നു. ഭംഗിയിൽ വെട്ടിയൊതുക്കിയ ഇടതൂർന്ന ചെമ്പൻ മുടിയും ഹെയ്സൽ നിറമുള്ള മിഴികളും ഡ്രസ്സിങ്ങിലും മറ്റുമുള്ള പെർഫെക്ഷനും എല്ലാം ഒത്തിണങ്ങിയ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഒരിക്കലും ചേരില്ലെന്ന് തോന്നിപ്പോയി. എനിക്ക് ചേച്ചി കാണിച്ചു തന്ന ഫോട്ടോയിലെ മഹിയേട്ടനും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു.
മയ്യേട്ടന്റെ ഫോട്ടോ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സായ അന്നയും വീണയും എന്നെ കുശുമ്പോട് നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. എന്നാലും കക്ഷിയൊന്ന് കാണാനോ ഫോണിലൂടെയെങ്കിലും അല്പം സംസാരിക്കാനോ പറ്റാത്തതിൽ എന്റെ സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറി. എന്നാൽ മയൂർ റിസർച്ച് വർക്കിന്റെ ആവശ്യത്തിന് തന്റെ പ്രൊഫസറോടൊപ്പം മുംബൈയിലാണെന്നും അതിനാലാണ് ആൾക്ക് വിളിക്കാൻ കഴിയാത്തെന്നും മായാൻറ്റി പറഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് സെറ്റായത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആ ദിവസം വന്നെത്തി. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ശേഷം സർവാഭരണ വിഭൂഷിതയായി അച്ഛന്റെ കൈ പിടിച്ച് അവൾ കതിർ മണ്ഡപത്തിലേക്ക് എത്തി. തനിക്ക് മുന്നിലായി ഇരിക്കുന്നവന്റെ മുഖം ഒരു നോക്ക് കാണാൻ മനസ്സ് വല്ലാതെ തുടിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഭംഗിയുള്ള ആ കണ്ണുകൾ അവളിലാണെന്ന് അറിഞ്ഞതും അവൾ ദൃഷ്ടി പിൻവലിച്ചു. പതിയെ വലതുകാൽ വെച്ച് മണ്ഡപത്തിലേക്ക് കയറി. മഹാദേവനടുത്തായി ഇരുന്നു. മന്ത്രങ്ങൾ മുഴങ്ങി. വാദ്യമേളങ്ങൾ ഉയർന്നു. തന്റെ നെഞ്ചിരിപ്പ് കൂടി ഉള്ളിൽ പെരുമ്പറ മുഴങ്ങുന്നുണ്ട്. കൈകൾ വിറക്കുന്നുണ്ട്. ചുറ്റിലും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ. വൈകാതെ മേളം മുറുകി. മയ്യേട്ടന്റെ താലി തന്റെ കഴുത്തിലേക്ക് ചേരുന്നത് അറിഞ്ഞതും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. കൊട്ടും ആരവങ്ങളും അടങ്ങി. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ വിട്ട് പുതിയ ചുറ്റുപാടിലേക്ക് പോകേണ്ടി വരുന്ന ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണെന്നും വളരെ ബോൾഡായി നിതച്ചേച്ചിവരെ എന്തുകൊണ്ടാണ് അവളുടെ കല്യാണ ദിവസം കരഞ്ഞെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് കണ്ണുകൾ അമർത്തി തുടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഏറ് കണ്ണിട്ട് അടുത്തിരിക്കുന്നയാളെ സസൂക്ഷ്മമൊന്ന് നോക്കി. ആള് കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരി കിടക്കുന്നുണ്ട്. ക്ഷീണം ഉണ്ടാവും, എന്നാൽ ഇത്രയും നേരമായിട്ട് എന്നോടൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ലല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് മുന്നിൽ നിന്നൊരു കൈ പുറകിലേക്ക് നീണ്ടു വന്നു. ഹലോ, ഞാൻ മഹിമ, മൈയുടെ ചേച്ചിയാണ്. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിനൊപ്പം ബാംഗ്ലൂരിലാണ്. എന്നെ അറിയോ? അറിയാതെ എവിടെ പോവാനല്ലേ? അവളൊന്ന് ചിരിച്ചു. അറിയാമെന്ന അർത്ഥത്തിൽ നിത്യ തലയാട്ടി. വീടെത്തുന്നവരെ കക്ഷിയുടെ കത്തിയടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നബസ് എന്ന് പേരെഴുതി ഗേറ്റ് മുമ്പിൽ കാർ നിന്നു. മഹിമ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പൂമുഖത്ത് കുറച്ചു പേര് അവരെ സ്വീകരിക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ മായ നിലവിളക്ക് നൽകി അവളെ പുഞ്ചിരിയോടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. കയറി വാ മോളെ, വിളക്ക് അവിടെ വെച്ചേക്ക്, പൂജാമുറിയിലേക്ക് ചൂണ്ടി മായ പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. പതിയെ പതിയെ അവിടെ നിന്ന് ഓരോരുത്തരായി സ്വന്തം വീടുകളിലേക്ക് പിരിഞ്ഞുപോയി. നിത്യയെ മഹിമ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. ഈ ഡ്രസ്സൊക്കെ ആകെ അലങ്കോലായി, നീ വാ നമുക്കൊന്ന് ഫ്രഷായി വരാം. അവർ ഹാളിൽ നിന്നു മഹിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. നിത്യയുടെ നെഞ്ചിരിപ്പിന്റെ വേഗം കൂടി. കൈകൾ തണുത്ത് വിറക്കാൻ തുടങ്ങി. അവർ റൂമിനടുത്തെത്തി. റൂമിനുള്ളിൽ മഹിയുണ്ടെന്ന് മനസ്സിലായതും മഹിമ ഡോറിൽ മുട്ടി. മഹി പുറത്തേക്ക് വന്നു. ഡാ, നീ ഒന്ന് പുറത്തേക്ക് നിൽക്ക്, ഇവിടെ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. മഹി ഒന്നും മിണ്ടാതെ നിത്യയെ നോക്കുപോലും ചെയ്യാതെ പുറത്തേക്ക് പോയി. അതുകൊണ്ട് അവൾക്കാകെ വല്ലാതായി. മഹിമ അവൾ അകത്തേക്ക് കയറ്റി. ഒറ്റ നോട്ടത്തിൽ തന്നെ റൂം അവൾക്ക് എന്തോ ഒരു ആകർഷണീയത തോന്നി. റൂമിന്റെ ഒരു സൈഡിലെ ഭിത്തി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിൻഡോയാണ് ആ റൂമിന്റെ ഭംഗി കൂട്ടുന്നത്. നല്ല രീതിയിൽ കാറ്റും പ്രകാശവും കയറുന്ന രീതിയിലുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം. സൈഡിലായി ചുമരിൽ ചെറിയ 2 ഷെൽഫും അതിൽ കുറച്ച് ബുക്സും, ടേബിളായി 2 സ്പടിക പാത്രങ്ങളിൽ മണി പ്ലാന്റും വെച്ച ഒരു സിമ്പിൾ റൂം. ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി അവർ താഴേക്ക് പോയി. മഹിമയും അമ്മയും അവളോട് കാര്യങ്ങൾ പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ മഹി ഒഴികെ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. കഴിക്കുന്നതിനിടയിൽ സതീശൻ പറഞ്ഞു, മോളെ നിത്യേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്കിൾ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതികൾക്ക് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേറ്റു. കുറച്ചു കഴിഞ്ഞ് പൂമുഖത്ത് വിശ്രമിക്കുന്ന സതീശന്റെ അരികിലേക്ക് അവൾ ചെന്നു. മുന്നിലുണ്ടായിരുന്ന ചെയർ ചൂണ്ടി അവളോട് ഇരിക്കാൻ പറഞ്ഞു. അവൾ അവിടെ ഇരുന്നു. മോളെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് മഹിയെ പറ്റി നിന്നോട് കുറച്ച് പറയാനുണ്ട്. മായാനിയുടെയും മൈമേച്ചിയുടെയും പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൾക്കത് വ്യക്തമായിരുന്നു. നീ അവനെ ചെറുപ്പത്തിൽ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അവൾ അതേന്ന് തലയാട്ടി. മോള് ഞങ്ങളോട് ക്ഷമിക്കണം, നിന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നിന്നോട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും നീ അത് അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാ പറയുന്നത്. അതായത് അവനിപ്പോൾ ഈ കല്യാണത്തിന് ഒട്ടും സമ്മതമായിരുന്നില്ല. ഞങ്ങളുടെ വാശി പുറത്താണ് ഈ കല്യാണം നടന്നത് തന്നെ. കാരണം അവന് ഒരുപാട് വേദന നിറഞ്ഞ ഒരു പാസ്റ്റുണ്ട്. ഒരിക്കലും എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയൊരു ബന്ധം അവനുണ്ടായിരുന്നു. ഇന്നും അവൻ അതിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. നിത്യ അമ്പരപ്പോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. മായ അവളുടെ കൈകളിലായി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അതേ മോളെ. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്ന് പുറത്തിരുട്ടിൽ നിന്ന് അലസമായ ചൂടുകളോടെ പൂമുഖത്തേക്ക് കയറി വരുന്നവനെ എല്ലാവരും ശാസനയോടെ നോക്കി. അത് കാണാൻ അവൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ശേഷം അകത്തേക്ക് കയറിപ്പോയി. അയാൾ തന്നെ അവഗണിക്കുന്നതിന്റെ കാര്യം മനസ്സിലായതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അമ്മ തുടർന്നു, ഞങ്ങൾ ചെയ്തത് ശരിയല്ലെന്നറിയാം, എന്നാൽ ഇനി മോളെ കൊണ്ട് മാത്രമേ അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയൂ. പറയുന്നതിനൊപ്പം അവളുടെ കൈകൾ പിടിച്ച് അവരുടെ കണ്ണുകൾ വെച്ച് കരയുന്നുണ്ടായിരുന്നു. എന്തോ പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. മോളിപ്പോൾ റൂമിലേക്ക് ചെല്ല്, നമുക്ക് നാളെ സംസാരിക്കാം. അങ്കിളാണ്. അവൾ മെല്ലെ എണീറ്റ് റൂമിലേക്ക് നടന്നു. മഹിമ അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് നൽകി തിരികെ പോയി. അവൾ മടിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി.
റൂമിലെ മങ്ങിയ വെളിച്ചത്തിൽ സൈഡിലായുള്ള ബീൻ ബാഗിലിരുന്ന് വിശാലമായ വിൻഡോയിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന മഹിയെ അവൾ കണ്ടു. തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ ചെറിയൊരു ശബ്ദത്തോടെ ഗ്ലാസ് മേശമേൽ വെച്ചു. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളെ കണ്ടതും പുഞ്ചിരിയോടെ അവൻ അവിടുന്ന് എണീറ്റ് അവൾക്കടുത്തേക്ക് വന്നു. ഫൈനലി നിന്നെ ഒന്ന് കയ്യിൽ കിട്ടി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചെറിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. എനിവേ കൺഗ്രാജുലേഷൻ നിത്യ. പെട്ടെന്ന് മുഖഭാവം മാറി പുച്ഛവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് നീങ്ങി വന്നു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവിടെ മുഴുവൻ നിറഞ്ഞു. അവൾ അനിഷ്ടത്തോടെ തലതിരിച്ചു. എന്താടി നിനക്ക് പിടിക്കുന്നില്ലേ? അവന്റെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് ചോദ്യഭാവത്തിൽ അവൾ അവനെ നോക്കി. എന്റെ അച്ഛനുമായി ചേർന്ന് നീ അവനെ തകർക്കാൻ നോക്കുകയാണോ? അതോ ഇനി നിനക്കുണ്ട് എന്നോട് പക? അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. പകയോ? എനിക്കോ? എന്തിന്? അതിന് ഞാൻ ഇപ്പോഴെല്ലാം മയ്യേട്ടനെയും നേരിൽ കാണുന്നു മിണ്ടും നോക്കി. അങ്കിൾ പറഞ്ഞതോർക്കെ ചെറിയ പതർച്ചയിലും സൗമ്യതയോടും അതിലധികം സ്നേഹത്തോടെ അവൾ പറഞ്ഞു. ആദ്യമായിട്ടോ? ഗുഡ്. എന്നാലും നിന്റെ അഭിനയം കൊള്ളാം, എനിക്കിഷ്ടമായി. പക്ഷേ എന്നോടത് വിലപ്പോവില്ല. അവൻ അവളെ നോക്കി പൂച്ഛിച്ചു. മയ്യേട്ട എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടതുമായി കാറ്റ് പോലെ അവൾക്കടുത്തെത്തി മേശമേലിരുന്ന പാൽ ഗ്ലാസ് എടുത്തോടെ മുഖത്തേക്ക് ഒഴിച്ചു. അടിയേറ്റതുപോലെ നിത്യസ്തബ്ധയായി ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. ശരിയാ, നിന്നെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നില്ലേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന്? എനിക്കൊരിക്കലും നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. നിന്റെ കാല് പിടിക്കും പോലെ ഞാൻ നിന്നോട് കെഞ്ചി പറഞ്ഞു. എന്നിട്ടും നീ... എരിയുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവൾ അറിയാതെ തന്നെ പുറകിലേക്ക് രണ്ടടി വെച്ചുപോയി. ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഭഗവാനാണ് സത്യം. കരഞ്ഞു കലങ്ങിയ മിഴികൾ ഉയർത്തി അവൾ അവനോടായി പറഞ്ഞു തീരും മുമ്പ് തന്നെ അവന്റെ വലത് കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അടിയുടെ ആഘാതത്തിൽ അവൾ ചുമരിലേക്ക് ചെന്നിടിച്ച് നിന്നു. അവൾക്കടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ച് സ്വന്തം കൈകളിലേക്ക് വെച്ചുകൊണ്ട് സത്യം ചെയ്തു. ദാ ഈ നിമിഷം മുതൽ എൻ്റെ ഒപ്പം കഴിയുന്ന ഓരോ നിമിഷവും നിനക്ക് നരകപൂർണമായ ജീവിതമായിരിക്കും. സത്യം. ആർ യു ഹാപ്പി നൗ? അവൾ നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് കൈകൾ തട്ടി മാറ്റി ഡോറ് തുറന്നവൻ പുറത്തേക്ക് പോയി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയവൾ തറയിലേക്ക് ഊർന്നിരുന്നു. തൊണ്ടക്കുഴിയിൽ ഉമിനീർ വറ്റുവരണ്ട് പോയിരിക്കുന്നു. മനസ്സിനുള്ളിൽ സ്വന്തം വികാരങ്ങളും റിയാലിറ്റിയും തമ്മിലൊരു ഘോര യുദ്ധം തന്നെ നടന്നു. താൻ ഏറെക്കാലം മനസ്സിൽ കൊണ്ടുനടന്ന് ആഗ്രഹിച്ച് നേടിയ ജീവിതം വെറും കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞതോർത്ത് നിത്യ കണ്ണുകൾ പൊത്തി വാവിട്ട് കരഞ്ഞു. എത്ര നേരം ആ തണുത്ത തറയിൽ അതേ ഇരിപ്പിരുന്നെന്ന് അവൾക്കറിയില്ല. അപ്പോഴും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ഡോറ് ശക്തമായി അടയുന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിയുണർന്നു. തൊട്ടുമുന്നിൽ അവൻ വന്ന് നിന്നു. ഗുഡ് മോർണിംഗ് വൈഫി. ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങിയതായിരുന്നു. ചെല്ല്, ചെന്ന് ചേട്ടനുള്ള ബെഡ് കോഫി കൊണ്ടുപോവാ. അവനവളെ മുറിക്ക് പുറത്തേക്ക് തള്ളിയിറക്കി. ഡോറ് ലോക്ക് ചെയ്തു. നിത്യ കണ്ണുകൾ തുടച്ച് അഴിഞ്ഞുലഞ്ഞ മുടി ഒതുക്കി കെട്ടി പതിയെ താഴേക്ക് പോയി. അവിടെ അടുക്കളയിലേക്ക് എത്തി. അവളുടെ രൂപം കണ്ട് മായയുടെ മനസ്സ് നീറി. മോളെ, എന്തൊരു കോലാ ഇത്? എന്തു പറ്റി? നിന്നെ അവൻ വേദനിപ്പിച്ചോ? അത് അവനെന്തെങ്കിലും പറഞ്ഞോ? അവളുടെ നീര് വന്ന് വീർത്ത കവിളുകൾ കാണുകെ അവരിൽ ദേഷ്യം ഇരച്ചു കയറി. അവളുടെ കയ്യും പിടിച്ച് അവർ മഹിയുടെ അടുത്തേക്ക് നടന്നു. റൂമിലെത്തി ദേഷ്യത്തിൽ വിളിച്ചു. ഡാ മഹി! അവൻ കണ്ണുകൾ തുറന്ന് എന്തെന്നർത്ഥത്തിൽ അവരെ നോക്കി. നിമിഷ നേരം കൊണ്ട് അവരുടെ കൈ അവന്റെ മുഖത്തിന് നേരെ ഉയർന്നു താഴ്ന്നു. ഇനി മേലിവിടെ ദേഹത്ത് നീ കൈവച്ചു എന്നങ്ങനെ ഞാൻ അറിഞ്ഞ ഇനി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്, കേട്ടല്ലോ? അപ്പോഴാണ് അവൻ അവളുടെ മുഖം ശരിക്കും ശ്രദ്ധിക്കുന്നത്. അടികൊണ്ടൊരു കവിൾ വീങ്ങിയിരിക്കുന്നുണ്ട്. അവർ അവളെയും കൊണ്ട് താഴേക്ക് പോയി. താൻ ഇന്നലെ മദ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണ്. അവളെ തല്ലണമെന്നൊന്നും കരുതിയില്ലെന്ന കുറ്റബോധം അവന് തോന്നി. അമ്മ തന്നെ തല്ലിയതിൽ അവൻ അതിയായ ദുഃഖം തോന്നി. നോക്ക് മോളെ, ഇനി മുതൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവനിൽ നിന്ന് എന്തു സംഭവിച്ചാലും നീ ഉറപ്പായിട്ടും തിരിച്ച് പ്രതികരിച്ചേക്കണം. അവൻ ഒന്നടിച്ചാ നീ രണ്ട് തിരിച്ചടിച്ചേക്കണം, മനസ്സിലായോ? കവിളിൽ മരുന്ന് വെക്കുന്നതിനിടയിൽ അമ്മ അവളോട് പറഞ്ഞു. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചു എന്നോട് സത്യം പറയൂ. എന്താ മോളെ? എന്താ മയ്യേട്ടൻ്റെ പ്രശ്നം? ഏതാ പെൺകുട്ടി? എന്തുകൊണ്ടാ കല്യാണം നടക്കാതെ പോയത്? എനിക്കെല്ലാം അറിയണമെന്നുണ്ട്. വളരെ ബോൾഡായി തന്നെ അവൾ അവരോട് ചോദിച്ചു. ശരിയാ, നീ അതറിയണം. കാരണം നീ ഇന്ന് അവൻ്റെ ഭാര്യയാ. ഞാൻ നിന്നോടെല്ലാം പറയാം. അവൾ ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അച്ഛൻ ഇത്ര തിടുക്കപ്പെട്ട് ഈ കല്യാണം നടത്തിയതിലൊരു കാരണമുണ്ട്. മഹിക്ക് പൂനെയിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയായിട്ട് അടുപ്പുണ്ടായിരുന്നു. പേര് സാന്ദ്ര വിജയ്. അവരുടെ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞതോ. എന്നാൽ തുടക്കം മുതൽ സതീഷേനോട് ഇതിനോട് എതിർപ്പായിരുന്നു. കാരണം പൂനെയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന സമയം മുതലേ സാന്ദ്രയുടെ ഫാമിലി ആൾക്ക് നന്നായിട്ട് അറിയാം. അവളുടെ അച്ഛൻ മണി തട്ടിപ്പ് കേസിലും അമ്മ ഡ്രഗ്സ് ഡീലിങ്സും മറ്റൊക്കെ ആയിട്ട് പല സ്റ്റേഷനുകളായിട്ട് കേസുകൾ നിലവിലുണ്ട്. അതും കൂടാതെ അവരുടെ സുഹൃത്തുക്കളിൽ ചിലർ സമൂഹത്തിലെ തന്നെ കൊടും ക്രിമിനലുകളുമാണ്. ഒരിക്കൽ ഡ്രഗ്സ് നടത്താൻ ശ്രമിച്ചതിന് തെളിവ് സഹിതം സാന്ദ്രയെ പോലീസ് പിടികൂടിയപ്പോഴാണ് മായി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരാൻ നിർബന്ധിതനായത്.
എന്നാൽ ഇപ്പോൾ ആ ദുഷ്ടത്തെ മഹിയെ പിന്തുടർന്ന് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അവനോട് അടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കല്യാണം അല്ലാതെ അവളെ അകറ്റാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞങ്ങൾ അറിയാം, ഞങ്ങൾ മോളോട് ചെയ്തതൊരു വലിയ തെറ്റ് തന്നെയാണ്. അതിന് ഞങ്ങൾ എത്ര വേണമെങ്കിലും ശപിച്ചോളൂ. പക്ഷേ അവനെ ഒരിക്കലും ശപിക്കരുത്. അവനെ തിരികെ പഴയ മഹിയായി കൊണ്ടുവരാൻ മോള് ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. അവനിപ്പോൾ നല്ലൊരു കമ്പാനിയനെയാണ് ആവശ്യം. ആൻറ്റി, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തലപിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? നടക്കില്ലെന്നൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു കാര്യത്തിന് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കണോ? മോളെ, അവർ ദയനീയതയോടെ വിളിച്ചു. അവളൊന്നും പറയാതെ എണീറ്റ് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും മഹി അവളെ കണ്ടു. പകൽ വെളിച്ചത്തിൽ അവളുടെ അടികൊണ്ട് വീങ്ങിയ കവിളുകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കാണേ. ഞാൻ എന്താ ഇങ്ങനെ? പാടില്ലായിരുന്നു. പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. സോറി, നിന്നെ തല്ലണമെന്ന് കരുതിയല്ല, പറ്റിപ്പോയി. അവൾ താഴേക്ക് നോക്കുന്നതേ ഉള്ളൂ. അവൻ റൂം വിട്ട് പുറത്തേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ വീട്ടുകാരുമായി പതിയെ അടുത്തു. 2 ദിവസത്തിനകം മഹി കോളേജിൽ ഒരു ആവശ്യം പറഞ്ഞ് കൊച്ചിയിലേക്ക് പോയി. പിന്നാലെ മഹിമ ചേച്ചിയും ഭർത്താവും തിരികെ ബാംഗ്ലൂരിലേക്കും പോയി. അതിനിടയിൽ അച്ഛനും അമ്മയും തന്നെ കാണാൻ വന്നുപോയി. അവരുടെ മുന്നിൽ അവൾ സങ്കടം മറച്ചു പിടിച്ചു. അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് അവരോടൊപ്പം അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. അതേസമയം അപ്പുറത്തൊരു മാസത്തിന് ശേഷം മഹി തിരികെ വീട്ടിലെത്തി. ഫ്രഷായി വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അമ്മ അവന് ഭക്ഷണം വിളമ്പി ശേഷം അവനടുത്തായി വന്നിരുന്നു. മോനെ, എന്താ അമ്മേ? അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടരുത്. അവൻ്റെ മുഖം ചുളിഞ്ഞു. നിത്യ, അവളൊരു നല്ല കുട്ടിയാ മോനെ. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്ത്. എനിക്കങ്ങനെ തോന്നില്ല അമ്മ. കല്യാണത്തിന് മുന്നേ ഞാൻ അവളെ വിളിച്ചിരുന്നു. എനിക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇനി ഞാനൊരു വിവാഹത്തിന് ഒരുക്കമല്ലെന്ന് പലതവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കേട്ടോ? ഇല്ല. അവിടെയും നിങ്ങളുടെ എല്ലാം വാശി അയച്ചു. എന്നാലിപ്പോൾ എനിക്കും വാശിയാ. മഹി, അവളൊരു പാവം കുട്ടിയാടാ. അവനൊന്നും മിണ്ടാതാകത്തേക്ക് കയറിപ്പോയി. വൈകുന്നേരം സതീശൻ നിത്യയും കൂട്ടിയാണ് വീട്ടിലേക്ക് എത്തിയത്. മഹി വന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ നേരെ റൂമിലേക്ക് പോയി. ചെന്നപാടെ ബാഗ് ഒരു മൂലയ്ക്ക് വെച്ച് തൻ്റെ ക്രോപ്പ് ടോപ്പ് ഊരി കബോർഡിലായി തൂക്കിയിട്ട് ബെഡിലായി വന്ന് തളർന്ന് കിടന്നു. പെട്ടെന്നാണ് മഹി ബാത്റൂമിന്റെ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ പകച്ചു നിന്നു. അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ ദേഹം മറച്ചു. കണ്ണുകൾ ഇറുകി അടച്ച് കുനിഞ്ഞിരിക്കുന്ന അവൾക്കടുത്തേക്ക് അവൻ വന്നു നിന്നു. എന്നിട്ട് അവൾക്കൊപ്പം താഴ്ന്നു വന്ന് അവളുടെ ചെവിയോരം ശബ്ദം താഴ്ത്തി ചോദിച്ചു, എന്താ എന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുവാണോ? അവൾ പകപ്പോടെ അവനെ നോക്കി. അല്ല, റൂമിൽ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിയാതിരിക്കാൻ നീ എന്താ ഇങ്ങോട്ട് പറന്നാണോ വന്നേ? അവൻ്റെ ഭാവം മാറി. പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് കയ്യിൽ കിട്ടിയ ടീഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് പോയി. അവൾ വേഗം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് താഴേക്ക് പോയി. മോളെ, ഇങ്ങോട്ട് വന്നേ. അവൾ പൂമുഖത്തിരിക്കുന്ന സതീഷിന്റെ അടുക്കിലേക്ക് നടന്നു. മഹി മുറ്റത്തൊരു സൈഡിലായി നിന്ന് ആരെയോ ഫോൺ ചെയ്യുന്ന തിരക്കിലാണ്. എന്താ അങ്കിൾ? പറയാം, നീ ഇരിക്കുമായി. അവൻ തിരിഞ്ഞു നോക്കി ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ട് അവർക്കടുത്തേക്ക് നടന്നു വന്നു. എന്താ വെച്ചാ? നീ എന്നാ തിരികെ പോകുന്നു? നാളെ രാവിലെ പോവും. ഇത്തവണ പോകുമ്പോഴേ ഇവളെയും കൂടെ കൊണ്ടുപോകണം. മഹിയുടെ മുഖം കടുത്തു. ഇല്ല, പറ്റില്ല. എനിക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നിനക്ക് അവിടെ വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്ര പാട്? ഏയ്, അത് ശരിയാവില്ല അച്ഛാ. ശരിയാ, ഇവള് വന്ന സാന്ദ്ര, അവൾക്ക് വരാൻ പറ്റില്ലല്ലോ അല്ലേ? അച്ഛാ, സ്റ്റോപ്പ് ഇറ്റ്. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേ നോക്ക്, ഇത്തവണ പോകുമ്പോ നിന്റെ കൂടെ ഇവളും ഉണ്ടാവണം. അയാൾ അവനെ തുറിച്ചു നോക്കി. ശേഷം ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അവൻ ദേഷ്യത്തോടെ അവൾ നോക്കി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. കുറച്ചു നേരത്തിന് ശേഷം റൂമിന്റെ ഡോറ് പതിയെ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറി. ശബ്ദമുണ്ടാക്കാൻ നടന്ന് കാർപ്പറ്റ് എടുത്ത് നിലത്തി വിരിച്ചു. കിടക്കാനായി കുനിഞ്ഞതും റൂമിൽ ആരോ ലൈറ്റ് ഇട്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ആഹാ, നീ കൊള്ളാലോ ഭാര്യ. നിന്റെ അഭിനയം നന്നാവുന്നുണ്ട്. കീപ് ഇറ്റ്. എന്താ എന്താ ഇപ്പൊ പറഞ്ഞ്? അഭിനയോ? ഓയ് ഹലോ, എനിക്കിവിടെ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. അവളും വാശിയോടെ തന്നെ പറഞ്ഞു. ഓഹോ, അപ്പൊ തമ്പുരാട്ടി വാതിറക്കുമല്ലേ? പിന്നെ എന്താ കരുതിയേ? പേടിച്ച് മൂലിൽ കയറുന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ പിടിച്ചിരിച്ച് അവന്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പതറി. കൈകളിലെ പിടിമുറുകിയതും വേദന കൊണ്ട് അവൾ നിലവിളിച്ചു. നിറഞ്ഞ മിഴികളും വിറക്കുന്ന ചുണ്ടും കാണെ അവൻ കുറച്ചു വർഷം പുറകിലേക്ക് സഞ്ചരിച്ചു. കുട്ടിക്കാലത്തെ ഒരു കളിക്കൂട്ടുകാരിയെ അനുസ്മരിപ്പിച്ചു. പെട്ടെന്ന് അവന്റെ പിടികളയഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റി തന്റെ കൈകൾ കുടഞ്ഞു. ശേഷം താഴെ തറയിൽ കിടന്ന കാർപ്പറ്റിലേക്ക് അവൾ ദേഷ്യത്തോടെ കിടന്നു. രാവിലെ കൊച്ചിയിലേക്ക് പോകാൻ അവൾ റെഡിയായി ഇറങ്ങി. സേതുവും സതീഷനും കൂടി അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ട്രെയിനിൽ പോവാറായത് നിത്യ സീറ്റിലേക്ക് ഇരുന്നു. മോനെ, സേതു വിളിച്ചു. മഹി തിരിഞ്ഞു നോക്കി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പറ്റിയെങ്കിൽ? എന്തപ്പോൾ അങ്ങനെ ചോദിച്ച്? നിത്യ എനിക്ക് നന്നായിട്ട് അറിയാം. അവളൊരു നല്ല കുട്ടിയാ മോനെ. സത്യത്തിൽ ആദ്യം അവളുടെ ചേച്ചിയായിട്ടാണ് നിന്റെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷെ അവൾക്ക് ദീപുവിനെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവൾക്ക് പകരം നിത്യയാണ് തീരുമാനിച്ചത്. അന്ന് എൻ്റെ കുട്ടി കുടുംബത്തിന് നാണക്കേടുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ കല്യാണത്തിന് സംഭവിച്ചു. അവൾ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾക്ക് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്.
എന്നാൽ ഇപ്പോൾ അവൾക്ക് മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. ഞങ്ങളോടൊന്നും പറയുന്നില്ല. മഹി അവളോട് കാര്യം എന്താണെന്ന് ചോദിക്കണം. അങ്ങനെ ടെൻഷൻ ആവാതിരിക്കും, അവളെ ഞാൻ നോക്കിക്കോളാം. ട്രെയിൻ നീങ്ങി തുടങ്ങി. മഹി അയാളെ കൈവീശി കാണിച്ച് അകത്തേക്ക് പോയി. അവൻ അവൾക്കടുത്തായി വന്നിരുന്നു. പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. 5.5 മണിക്കൂർ ട്രെയിൻ യാത്രക്കൊടുവിൽ അവർ കൊച്ചിയിലെത്തി. ടാക്സിയിൽ നിന്ന് അവൾ പുറത്തിറങ്ങി. അതിവിശാലമായൊരു വില്ല ഏരിയ. അവൻ ചെന്ന് ഡോർബെൽ അടിച്ചു. ഒരു സ്ത്രീ വന്ന് കതക് തുറന്നു. ഗീതച്ചി, ഇയാൾക്ക് താഴത്തെ റൂം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവളൊരു പകപ്പോടെ അവരെ നോക്കി. മോള് വാ, വായിച്ചിനെ വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഗീത, ഇവിടുത്തെ കുക്കാ. എന്ന് രാവിലെ വരും, വന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ദേ അവിടെയാ എൻ്റെ വീട്. താഴെ പുഴയുടെ തീരത്തുള്ള വീടുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു. അവൾ ചിരിച്ചു. അവളുടെ റൂം കാണിച്ചു കൊടുത്തു. ശേഷം അവർ വീട്ടിലേക്ക് പോയി. തനിക്ക് സ്വന്തമായ റൂം കിട്ടിയതിൽ അവൾ സന്തോഷിച്ചു. മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. നിത്യയും മഹിയും തമ്മിൽ കണ്ടാലും പരസ്പരം അധികം സംസാരിക്കാറില്ല. ഗീതേശിയാണ് അവരുടെ മീഡിയേറ്റർ. അതിനിടയിൽ നിത്യ മഹിയുടെ തന്നെ കോളേജിൽ PGക്ക് ജോയിൻ ചെയ്തു. രണ്ടുപേരും 2 ഡിപ്പാർട്ട്മെന്റുകളായിരുന്നുകൊണ്ട് അവർ തമ്മിൽ കാണാറില്ല. എന്നാലും കോളേജിലെ ടോപ്പ് സ്റ്റാർ തരുണീമണികളെല്ലാം അയാളുടെ പുറകെയാണെന്നറിയുമ്പോൾ എന്തോ ഒരു തരം കുശുമ്പ് അവൾക്ക് തോന്നാറുണ്ട്. ഒരിക്കൽ കോളേജിലെ ആർട്ട് ഫെസ്റ്റ് സമയത്ത് വേദിയിൽ വെച്ച് കോളേജ് ബ്യൂട്ടിയായ ഒരു പെൺകുട്ടി നിത്യയുടെ മുന്നിൽ നിന്നിരുന്ന മഹിയെ പ്രപ്പോസ് ചെയ്തതും കോളേജിലെ തന്നെ ഗസ്റ്റ് ലെക്ചറായ സുപ്രിയ മിസ് മഹിയോട് കാണിക്കുന്ന അടുപ്പവും കോളേജ് മുഴുവൻ പാട്ടായപ്പോഴും വല്ലാത്തൊരു തരം വേദന അവൾ അലട്ടിയിരുന്നു. പല സന്ദർഭങ്ങളിൽ അവൾക്കുണ്ടാവുന്ന ആ ചെറിയ കുശുമ്പ് പോലും അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനിടയിൽ കോളേജിലെ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നിത്യ ഡിസ്മിസലിന്റെ വക്കിലെത്തി. തെളിവ് സഹിതം അതിൽ നിന്നെല്ലാം അവളെ സംരക്ഷിക്കാൻ കോളേജിലെ പ്രൊഫസറായിട്ട് കൂടി അവൾക്കൊപ്പം നിൽക്കാൻ മഹി തയ്യാറായി. അതോടുകൂടി കോളേജിൽ മറ്റൊരു ചൂട് പിടിച്ച ചർച്ച ആരംഭിച്ചു. ഒരിക്കൽ രണ്ടുപേരും ഹോട്ടലിൽ നിന്ന് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്ന വീഡിയോ കോളേജിൽ സ്പ്രെഡായി. ഒടുവിൽ രണ്ടാൾക്കും പ്രിൻസിപ്പലിനെ കാണാൻ നോട്ടീസ് വന്നു. അരമണിക്കൂറിന് ശേഷം അവർ പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ വാർത്ത കോളേജ് മുഴുവൻ പടർന്നു. തങ്ങളെ തന്നെ വീക്ഷിക്കുന്ന ആയിരക്കണക്കിന് കണ്ണുകളെ വകവെക്കാതെ മഹി അവളുടെ കയ്യും പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. മനസ്സിൽ അയാൾക്ക് നൽകിയിരുന്ന സ്ഥാനത്തിന് വലിപ്പം വെക്കാൻ തുടങ്ങിയതായി അവൾ തിരിച്ചറിഞ്ഞു. കുറച്ചു മുന്നേ ഓഫീസ് മുറിൽ വെച്ച് നിത്യയെ ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ തന്നെ ഇത് തന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തും ഒരു സന്തോഷം മിന്നിമാഞ്ഞിരുന്നു. ഗീതേച്ചി പറയുന്ന പോലെ ആൾക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ? പിന്നീട് അങ്ങോട്ട് തന്നെ അതുവരെ കളിയാക്കിയിരുന്നവർ പേടിയോടെ നോക്കുന്നു അസൂയ നിറഞ്ഞ നോട്ടങ്ങളുമെല്ലാം അവൾ നല്ലപോലെ തന്നെ ആസ്വദിച്ചു. ഒരു ദിവസം മഹിക്ക് ഒരു കൊറിയർ വന്നു. സാധാരണ ഗീതേച്ചിയാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്. അവരില്ലാത്തതിനാൽ അന്ന് അവളാണ് ആ പാഴ്സൽ വാങ്ങി അവന്റെ റൂമിൽ കൊണ്ടുപോയത്. അവൾ ഡോറിൽ മുട്ടി. അവളെ കണ്ടത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു, ദേ നോക്ക്, ഈ സ്റ്റെപ്പിന് മുകളിലേക്ക് മേലാ നീ കയറരുത്, മനസ്സിലായല്ലോ? ആൾക്ക് നേരെ കൈകൾ ചൂണ്ടി അവനൊരു താക്കിയതുപോലെ പറഞ്ഞു. അവൾ ദേഷ്യത്തിൽ തിരികെ റൂമിലേക്ക് പോയി. രാത്രി 8:30 കഴിഞ്ഞ്. പുറത്ത് ഡോർ ബെല്ലും മുഴങ്ങി. അവൾ ഡോർ തുറക്കാൻ തുടങ്ങിയതും നീ പോയിക്കോ, ഞാൻ തുറന്നോളാം. മഹിയാണ്. അവൻ ഡോർ തുറന്നു. 2 കൈയിലും ബിയർ ബോട്ടിലും പിടിച്ചൊരു പെൺകുട്ടി അവനെ വന്ന് കെട്ടിപ്പിടിച്ചു. ഒരു സിറ്റി ലൈഫിൻ്റെതായ എല്ലാ രീതികളും അഡാപ്റ്റ് ചെയ്തൊരു രൂപം. ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ അത് സാന്ദ്രയാണെന്ന് അവൾക്ക് മനസ്സിലായി. കൂടെ കുറച്ചു പേരും. നാട്ടിൽ മഹിയുടെ റൂമിൽ പഴയൊരു ഫോട്ടോയിൽ അവൾ കണ്ടിട്ടുണ്ട്. അവൻ തിരിഞ്ഞ് നിത്യയോടായി പറഞ്ഞു, നീ അകത്തേക്ക് പോയിക്കോ. അപ്പോഴാണ് അവന് പിന്നിൽ നിൽക്കുന്ന നിത്യയെ എല്ലാവരും കണ്ടത്. അതിലൊരു പെൺകുട്ടി മുന്നോട്ട് വന്ന് അവളോടായി പറഞ്ഞു, മായാൻറ്റിയുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. അവൾ അടിമുടി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഹായ്, ഞാൻ മെറീന, ഞങ്ങളെല്ലാം മഹിയുടെ ഫ്രണ്ട്സാ. ഇതാരണ മഹി, നിന്റെ കൊട്ടാരത്തിലൊരു അപ്സരസ്. ഒരു വഷളം ചിരിയോടെ അവൾ ആപാത ചൂടം വീക്ഷിക്കുന്നവനെ കണ്ട് മഹി കൈകൾ മുറുക്കി അവന്റെ മുന്നിൽ കയറി നിന്നു. എന്റെ പുതിയ സെർവന്റാ, നാട്ടിൽ നിന്ന് വന്നാ? ഓഹോ, ഞാൻ കരുതി നിന്റെ മറ്റവളാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്കടുത്തേക്ക് നടക്കാനഞ്ഞതും എന്ത് കാഴ്ചയാണോ നിൽക്കുക, നിന്നോട് അകത്ത് കയറി പോകാനല്ലേ പറഞ്ഞ്? അവളോട് അവൻ അലറി. അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ പുറത്ത് പാർട്ടിയുടെ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് അവൾ റൂമിലിരുന്ന് എന്തൊക്കെയോ പിറുവിറുത്തു. രാത്രിക്ക് നിശബ്ദത വന്നു തുടങ്ങിയിരുന്നു. അവരെല്ലാം അപ്പോഴും അവിടെ പാർട്ടിയുടെ ഹാങ് ഓവറിലാണ്. അതിനിടയിൽ അവൾ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. തന്റെ അരക്കെട്ടിലൂടെ എന്തോ എഴിയുന്നതറിഞ്ഞതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവൾ ബഹളം കൂട്ടാൻ തുടങ്ങിയതും അയാൾ അവിടെ വായ പൊത്തിപ്പിടിച്ചു. അയാൾ അവളുടെ ശരീരത്തിലൂടെ കൈകൾ ചലിപ്പിച്ചു. അവളുടെ കൈയും കാലും തളരുന്ന പോലെ തോന്നി. അവളുടെ ഡ്രസ്സുകളെ അയാൾ വലിച്ച് കീറാൻ തുടങ്ങി. അവൾ സർവ്വശക്തിയും എടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചു. ആ പിടിവലിക്കിടെ റൂമിന്റെ ടേബിളുണ്ടായിരുന്ന മണി പ്ലാന്റിന്റെ ചില്ലുപാത്രം എടുത്ത് അവൾ ശക്തിയിൽ താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ശബ്ദം കേട്ടില്ല. അവർ റൂമിലേക്ക് ഓടി വന്നു. അവന്റെ കൈകൾ കിടന്ന് പിടയുന്നവളെ കാണെ മഹി ദേഷ്യം കൊണ്ട് ചുവന്നു. ഒറ്റ കുതിപ്പിന് അവനെ ചവിട്ടി താഴെയിട്ടു. ശേഷം ഓടി വന്ന് അവളെ തന്റെ കൈക്കുള്ളിലാക്കി നെഞ്ചോട് ചേർത്തു. പേടിയോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി ആർത്തലസി കരഞ്ഞു. അവളുടെ വസ്ത്രങ്ങൾ അവിടെ എവിടെയായി കീറിപ്പോയിരുന്നു. കഴുത്തിലും കൈകളിലുമായി നഖം കൊണ്ട മുറിവിൽ നിന്ന് രക്തം കിനിയുന്നുണ്ട്. നിത്യ കൂൾ ഡൗൺ, ഒന്നുമില്ല, താനിങ്ങനെ കരയാതെ. അവനവളെ സമാധാനിപ്പിച്ചു. നോക്ക്, നിനക്ക് കുഴപ്പമൊന്നുമില്ല.
പറയുന്നതിനിടയിൽ അവൾ ബോധമറ്റവന്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ കോരിയെടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി. കൂടെ മറ്റുള്ളവരും. അല്പസമയത്തിന് ശേഷം കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഷീ ഈസ് ഓക്കെ നൗ. ബട്ട് എന്താ ഡോക്ടർ, ഇനി എന്തെങ്കിലും? ആള് നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ശരിക്കും ആഹാരം കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. ബോഡി നല്ല വീക്കാണ്. ന്യൂട്രീഷൻ്റെ കുറവുമുണ്ട്. പിന്നെ ഉറക്കക്കുറവും. ഇപ്പോൾ ആൾ സെഡേഷനില്ല. ഒന്ന് നല്ലപോലെ ഉറങ്ങി എണീക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പിന്നെ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ഒടുവിൽ മെറീനയും സാന്ദ്രയും സായും മാത്രമായി. സാന്ദ്ര അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. എന്തെന്നർത്ഥത്തിൽ അവനവളെ നോക്കി. സത്യം പറ, ആരാ പെണ്ണ്? അവനാ വേലക്കാരിയും തൊട്ടതിന് നീ എന്തിനാ ഇത്രയും ഷൗട്ട് ചെയ്ത്? എനിക്കപ്പം അങ്ങനെ ചെയ്യാൻ തോന്നി. എന്തേ? നിന്റെ ബാളം കണ്ടാൽ തോന്നുമല്ലോ ഈ കിടക്കുന്നവൾ നിന്റെ ഭാര്യയാണെന്ന്. ആണെങ്കിൽ ഇപ്പം നിനക്കെന്താ പ്രശ്നം? ആളവനെ സംശയത്തോടെ നോക്കി. മഹി, നീ കെട്ടിയതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവളുടെ കഴുത്തിൽ മഹാദേവൻ എൻ്റെ ഈ താലി വന്ന്? ആ താലി മഹി അവൻ്റെ കൈ കൊണ്ട് കെട്ടിയതായതുകൊണ്ട് മറീന ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. എന്താ? ഇല്ല, ഞാനിനി സമ്മതിക്കില്ല. അവൾ നിത്യയുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. തൊട്ടുപോകരുത്! അവന്റെ ശബ്ദം ഒരർച്ചയായി മുഴങ്ങി കേട്ടു. മെറീന അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഒരു ചെറു പുഞ്ചിരിയോടെ സായും പുറത്തേക്ക് പോയി. അവൻ അവളോട് മനസ്സിൽ 1000 സോറി പറയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ തലമുടിയിൽ തഴുകി. വീട്ടിലറിയിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു. അവൻ അവൾക്കടുത്തായി വന്നിരുന്നു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ കണ്ണുകൾ അടച്ച് മറുവശത്തേക്ക് തലതിരിച്ച് കിടന്നു. നിത്യ, ഞാൻ സോറി, താൻ ഓക്കെയാണോ? അവൻ പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. അവനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. തെറ്റെൻ്റെ ഭാഗത്താ. ഞാനെല്ലാം ശ്രദ്ധിക്കണമായിരുന്നു. ബട്ട് പറ്റിപ്പോയി. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു കിടന്നു. വാട്ട്? എനിക്ക് ഇനി ആ വീട്ടിൽ കഴിയാൻ പറ്റില്ല. മൈ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. മൈ, ഒരു മിനിറ്റ്, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. മെറീനെ വിളിച്ച് മൈ പുറത്തേക്ക് വന്നു. തൽക്കാലം നീ ഇവിടെ ഇരിക്കുക. അവളോട് ഞാൻ സംസാരിക്കാം. എൻ്റെ വാക്കുകൾ തള്ളിക്കളയെന്ന് വിശ്വസിക്കാം. ഓക്കെ. മെറീന അകത്തേക്ക് പോയി. നിത്യ, എങ്ങനെയുണ്ടിപ്പോൾ? നിത്യ പുഞ്ചിരിച്ച് കാണിച്ചു. ഞാൻ നിന്നോട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനാണ് വന്നത്. നിത്യ അവളെ ഒന്നും മനസ്സിലാവാൻ നോക്കി. ചുറ്റി വളക്കുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. മഹിയെ ചെറുപ്പം മുതലേ വളരെ നന്നായിട്ട് എനിക്കറിയാം. പല കാര്യങ്ങളും എന്നോടും സായിയോട് മാത്രമാണ് അവൻ ഷെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മഹി, അവന് നിന്നെ ഇഷ്ടമൊക്കെയാണ്. നിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ എന്തോ ഒരു ഈഗോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അതല്ല കാര്യം. നീ കരുതുമ്പോൾ നിന്നെ ഒഴിവാക്കി സാന്ദ്രയെ സ്വീകരിക്കാനല്ല. സ്വീകരിക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും അവളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് അവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ആ സമയം മറ്റൊരു കല്യാണത്തിന് ഓക്കെ അല്ലായിരുന്നു എന്നാണ് വാസ്തവം. വീട്ടുകാരോടും സാന്ദ്രയോടും മറ്റുള്ള ദേഷ്യമാണ് അവൻ നിന്നോട് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നെ അവൻ നിന്നെ കല്യാണത്തിന് മുമ്പ് ഫോൺ ചെയ്തിരുന്നില്ലേ? അതവൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ ഫോൺ ചെയ്ത് ഈ കല്യാണം ഒരിക്കലും നടക്കരുതെന്നും നീ ഇതിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞു. നീ ഒന്ന് ഓക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ കല്യാണം നടന്നു അത് നിനക്കേ അറിയൂ. നിലവിൽ അവൾ അവനെ തിരക്കി കൊച്ചിയിൽ വന്ന സ്ഥിതിക്ക് ഇപ്പം അവന് നിന്നോട് ദേഷ്യമാണെന്ന് കാണിച്ചാൽ മാത്രമേ സാന്ദ്ര അടങ്ങൂ. അല്ലെങ്കിൽ അവൾ നിന്നെ ചിലപ്പോൾ അപായപ്പെടുത്തിയേക്കാം. അവളുടെ ഇപ്പോഴത്തെ വലം കഴിയാണ് ഷിൻഡോ, നിന്നെ ഉപദ്രവിച്ച ആ വൃത്തികെട്ടവൻ. അതിനാലാ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെ മായി സതീഷങ്ങളോട് എതിർത്തത്. ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയോ? നിത്യ ചോദിച്ചു. എന്താ? സത്യത്തിൽ എല്ലാവരും പറയുന്നില്ല ആ ഫോൺ കോൾ. അങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നിട്ടില്ല. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ബട്ട് മായാൻ്റെ എന്ന നമ്പറാണല്ലോ ഞാൻ അവന് കൊടുത്ത്. മെറീന ഫോണിൽ ആ നമ്പർ കാണിച്ചു. അല്ല, ഇതെൻ്റെ നമ്പരല്ല, നിത്യ പറഞ്ഞു. അപ്പം പിന്നെ ഇത് ആരുടെ നമ്പരാ? അപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡിസ്ചാർജ് ഷീറ്റ് എഴുതി കാറിൽ വീട്ടിലേക്ക് പോകുമ്പോഴും അവർ പരസ്പരം സംസാരിച്ചില്ല. അവർ വീട്ടിലെത്തി. ഗീത ചേച്ചി അവളെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. ശേഷം അവർ പുറത്തേക്ക് പോയി. ഗീതേച്ചി, തൽക്കാലം ഇതൊന്നും വീട്ടിലറിയണ്ട കേട്ടോ. ഇല്ല, ഞാൻ പറയില്ല. പറഞ്ഞ അവർ വിഷമിക്കില്ലേ? നിത്യയെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവരിറങ്ങി. കുറച്ചു കഴിഞ്ഞ് ഒരു ഇളനീർ പൊട്ടിച്ച് ഗ്ലാസ്സിൽ പകർന്ന് അവൻ അവൾക്കെടുത്തായി വെച്ച്. ക്ഷീണം മറയും നല്ലതാ പറഞ്ഞ ശേഷം ഫോൺ എടുത്ത് വെറുതെ നോക്കിയിരുന്നു. എനിക്ക് വേണ്ട. അവൻ്റെ ഭാവം മാറി. ഞാനിതെടുത്ത് വായിലേക്ക് അമിഴ്ത്തണോ? അവളൊന്നും മിണ്ടിയില്ല. ദേഷ്യം വന്ന് അവളെ പിടിച്ച് കട്ടിൽ നേരെ ഇരുത്താനാഞ്ഞതും അവൻ്റെ കാലുകൾ സ്ലിപ്പായി അവളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് ചേർന്നു. അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ചാടി എണീറ്റു. അവൻ്റെ വശ്യമായ കണ്ണുകളെ നേരിടാനാവാതെ അവൾ മിഴികൾ പിൻവലിച്ചു. അവൻ വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇതുവരെ അവളോട് തോന്നിയിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേക വികാരം ഇപ്പോൾ മനസ്സിൽ തോന്നി തുടങ്ങിയോ. തലയൊന്ന് കുടഞ്ഞ് റൂമിലേക്ക് പോയി. ഭക്ഷണകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണമെന്ന് ഗീതേച്ചിയോട് പറഞ്ഞ് മഹി ഓക്കെ ആക്കിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതിനിടയിൽ മെറീനെ വിളിച്ച് പറഞ്ഞറിഞ്ഞ് 2 ദിവസത്തേക്ക് അവരോടൊപ്പം നിൽക്കാൻ മഹിമയും മായയും എത്തി. അത് നിത്യയ്ക്ക് വളരെ സന്തോഷവും ആശ്വാസവുമായി. എന്നാൽ രാത്രിയിൽ പെട്ടത് മഹിയും നിത്യയുമായിരുന്നു. മഹി നിത്യയ്ക്കൊപ്പം അവളുടെ റൂമിൽ കിടക്കാൻ നിർബന്ധിതനായി.
എന്നാൽ അന്ന് രാത്രിയിൽ ഡ്രിങ്ക്സ് അടിച്ച് പകുതി ബോധത്തിൽ മഹിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ സാന്ദ്ര എത്തി. ആരും അറിയാതെ അവളെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ച് മഹിമയും കുഴങ്ങി. വേറെ നിവൃത്തിയില്ലാതെ മഹിയുടെ കൈ പിടിച്ച് നിത്യയുടെ റൂമിലേക്ക് ഓടി. അതേസമയം കുളിക്കായിരുന്നു നിത്യയുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മഹി നല്ലപോലെ വിസമ്മതിച്ചെങ്കിലും മഹിമ അവരുടെ ബാത്റൂമിലേക്ക് പിടിച്ചെള്ളി ഡോറടച്ച് ലോക്ക് ചെയ്തു. കട്ടിൽ വന്നിരുന്നു. ഇതേ സമയം ഉള്ളിൽ മഹിമയുടെ സ്ഥാനത്ത് മഹിയെ കണ്ട് നിത്യ നിലവിളിക്കാനാഞ്ഞതും മഹി ഓടി വന്ന് അവിടെ വായ പൊത്തി ചുമരിനോട് ചേർത്ത് നിർത്തി. അവൾ മാക്സിമം അവന്റെ കയ്യിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവന്റെ കണ്ണിലെ വശ്യമായ കാന്തികത അവളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു. പ്ലീസ് വച്ചോക്കരുത്, ഞാൻ നിന്നൊന്നും ചെയ്യാൻ വന്നല്ല. നിവൃത്തികളുണ്ട് കയറിപ്പോയതാ. സാന്ദ്ര വന്നിട്ടുണ്ട്, അവൾ പുറത്തുണ്ട്. സോ മഹിമേച്ചയാണിത് ചെയ്ത്, ഞാനായിട്ട് വന്നല്ല, സത്യം. അവന്റെ പിടിയൊന്ന് അയഞ്ഞ് അവൾ കുതിരി മാറി. അവൾ ഉടുത്തിരുന്ന ബാത്ത് ടവലിന്റെ കെട്ടഴിഞ്ഞ് സ്ഥാനം മാറിയതറിഞ്ഞതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന നിത്യ ടവലിനെ പിടിച്ച് നേരെയാക്കി. കണ്ണുകളിൽ കണ്ണുനീര് ഉരുണ്ടുകൂടി. അവനത് കണ്ടതും നോ ഞാനൊന്നും കണ്ടിട്ടില്ല, താൻ പേടിക്കണ്ട, ഞാനൊന്നും പറഞ്ഞു തീരുന്ന മുന്നേ റൂമിൽ സാന്ദ്രയുടെ ശബ്ദം കേട്ടു. ഡീ നിത്യേ. മഹിയുടനെ ഷവർ തുറന്നു. മഹിമ അവൾക്കടുത്തേക്ക് വന്നു. സാന്ദ്ര, നീ പ്രശ്നം ഉണ്ടാക്കാന്ന് പോ, എനിക്ക് അവളെ കാണണം. ഡീ ഡോറൊക്കെടി തുറക്കാൻ. അവൾ ഡോറിൽ ശക്തമായി മുട്ടാൻ തുടങ്ങി. മഹി നിത്യയോട് അവനെ ഹെൽപ്പ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. നിത്യ രണ്ടും കൽപ്പിച്ച് ഷവറിനടിയിലേക്ക് കയറി നിന്നു. ദേഹം മുഴുവൻ നനച്ചു. ഡോറ് തുറന്നു. എന്താ നിന്റെ പ്രശ്നം? എന്റെ മഹി അവനോടെ? എനിക്കറിയില്ല. ഡീ നിനക്കെന്നെ ശരിക്കും അറിയില്ല, സത്യം പറയടി. ഓക്കെ എന്നാ ഞാൻ പറയാം. ആളുതേ ഇതിനുള്ളിലുണ്ട്. എന്താ കാണും നിനക്ക്? അതൊരിക്കലും സംഭവിക്കില്ല. ഡീ നാളിതുവരെ നിന്നെ അവനൊന്ന് തൊട്ടിട്ട് കൂടില്ലെന്ന കാര്യം എനിക്കറിയാം. നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ശരി, അത് മാത്രം നടക്കില്ല. നിനക്ക് ഒരിക്കലും അവനെ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഷിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല, നീ ഒട്ടും മോശമൊന്നുമില്ല. നിന്റെ ഈ സ്ട്രക്ചർ കണ്ടാൽ തന്നെ ഏതൊരാണൊന്നും വീഴും. നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ കയ്യിൽ ഒതുങ്ങാനാടി വിധി. പക്ഷേ മഹി അവന് നീ വിട്ടേക്ക്, ഓക്കെ? കാലുകളും നാവും കുഴഞ്ഞ് ആടിയാടി അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. കൂടെ മഹിമയും. അവൾ ഡോറടച്ചു. ശേഷം മഹിയെ നോക്കി. അവൾ പറഞ്ഞതിനും കാര്യമുണ്ട്, നിത്യ പറഞ്ഞു. എന്ത് കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എന്നെ ഉപകരിക്കൂ അല്ലേ? നീ എന്താ ഉദ്ദേശിച്ച്? മനസ്സിലായില്ല. അല്ല, മൈമേച്ചി പറഞ്ഞിട്ട് നിവൃത്തികേട് കൊണ്ടാണ് ഇതിനുള്ളിൽ കയറിപ്പോയതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞ. ഒരു ഭാര്യ എന്ന രീതിയിൽ എനിക്കൊരു പരിഗണനയും തരാത്ത് അവളോടുള്ള അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിതുമ്പിയിരുന്നു. അവനൊന്നും മിണ്ടാതെ ഡോറിനടുത്തേക്ക് നടന്നു. അവൻ കാണാതെ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. പെട്ടെന്ന് അവൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുന്നേ മഹി അവളെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. നിമിഷ നേരം കൊണ്ട് അവളെ കെട്ടിപ്പുണർന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നു. സ്വയം പ്രതിരോധിക്കാൻ പോലും മറന്ന് അവളും ആ പ്രവൃത്തിയിൽ അലിഞ്ഞു. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു. അവന്റെ കൈകൾ പലവിധമായി ചലിച്ചു. ഒടുവിൽ അവന്റെ കൈകൾ അവളുടെ ടവലിലേക്ക് പിടിമുറുക്കിയതും അവൾ പൊള്ളിപ്പിടഞ്ഞ് പിന്മാറി. കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവളൊന്ന് മുരടനക്കി. അവൻ സ്വഭാവത്തിലേക്ക് വന്നും കുറച്ചു മുന്നേ നടന്നോർത്ത് ഭിത്തിയിൽ കൈമുറുക്കി ഇടിച്ചു. സോറി, ഞാൻ അറിയാതെ. താൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഐ ആം സോറി. അവൻ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അവളും. നടന്നൊന്നും വിശ്വസിക്കാനാവാതെ ഒരുതരം മരവിപ്പിലായിരുന്നു അവൾ. ആ 2 ദിവസം പരസ്പരം കാണാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു. ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി. സാന്ദ്രയുടെ പ്രശ്നങ്ങളും കൂട്ടുകാരും കോളേജും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചെറിയ റൊമാൻസുമൊക്കെയായി അവർ ബിസിയായി. പതിയെ രണ്ടുപേരും പരസ്പരം സഹായിക്കാനും ഷോപ്പിങ്ങിന് പോകാനും ചിരിക്കാനും തമാശ പറയാനും കോളേജിലേക്ക് ഒരുമിച്ച് പോകാനൊക്കെ തുടങ്ങി. PG ലാസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിത്യ അമ്മയെ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മഹിയെ മുന്നിൽ കണ്ടതും അവൾ എന്താണെന്ന മട്ടിൽ അവനെ നോക്കി. നാളെ സായിയുടെ ബർത്ത്ഡേ ആണ്, നിനക്കും ക്ഷണമുണ്ട്, നീ ഓക്കെ ആണോ? ഞാനില്ല, വേറൊന്നും ഉണ്ടല്ല, അവരെല്ലാം ഉണ്ടാവില്ല അവിടെ. നീ ഉദ്ദേശിക്കുന്ന സാന്ദ്രയാണെങ്കിൽ അവളിവിടെ ഇല്ല, പൂനെയില്ല. എന്നാ ഓക്കെ, വരാം. പിറ്റേന്ന് കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലെ പാർട്ടി ഏരിയയിലെത്തി. ഇത്രയും വലിയൊരു ബർത്ത്ഡേ പാർട്ടിയിൽ ആദ്യമായിട്ടാണ് അവൾ പങ്കെടുക്കുന്നത്. അതിൻ്റെതായ ഒരു ആകാംക്ഷ അവളിൽ ഉണ്ടായിരുന്നു. നിത്യ, ഹായ് മരീനേച്ചി, ഇന്ന് പതിവിലും കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. ജോബൊക്കെ സെറ്റായല്ലോ അല്ലേ? ഞാൻ അറിഞ്ഞു. കൺഗ്രാറ്റ്സ് ചേച്ചി. താങ്ക് യു ഡിയർ. പാർട്ടി ആരംഭിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം ആ വേദിയിൽ വെച്ച് സായി മെറീനയെ പ്രപ്പോസ് ചെയ്ത് എല്ലാവർക്കും ഒരു സർപ്രൈസ് മൊമെന്റ് ആയിരുന്നു. ശേഷം ഡാൻസും പാട്ടുമൊക്കെയായി എല്ലാവരും അടിച്ചു പൊളിച്ചു. അതേസമയം എല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കായിരുന്നു നിത്യക്കരികിലേക്ക് ഒരാൾ കടന്നു വന്നു. സാന്ദ്ര. അവളെ കണ്ടത് നിത്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഹായ് നിത്യ, എന്തു പറ്റി? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്കെന്നെ കാണുന്നത് ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, കാരണം അറിയാം. ബട്ട് നിനക്കറിയോ, ഈയിടെ വെച്ച് അവൻ എന്നെ വീണ്ടും ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ. അപ്പോഴേക്കും നീ അതിനിടയിൽ കയറി വന്നു. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ബട്ട് അത് വേണ്ട,
നീ നല്ല കുട്ടിയല്ലേ? എനിക്ക് പറയാനുള്ള എന്താന്ന് ആദ്യം കേൾക്ക്. മഹി, അവൻ ഒരിക്കലും നിന്നെപ്പോലെ ഒരാളെ സ്വീകരിക്കില്ല, അതെനിക്കറിയാം. അച്ഛനെയും അമ്മയെ ഓർത്തുകൊണ്ട് മാത്രമോ ഇപ്പോഴും നിന്റെ കഴുത്തിൽ ഈ താലി ഇങ്ങനെ കിടക്കുന്നു. നിന്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞാൽ അതും പോവും. ദേ നോക്ക്, നിന്റെ മഹിയേട്ടൻ്റെ റൂമിലെ കബോർഡിൽ ഒരു റെഡ് കളർ ഫയലുണ്ട്. അതിലുണ്ട് നിനക്ക് വേണ്ട എല്ലാ ഉത്തരവും. പിന്നെ നിത്യയുടെ കയ്യിലേക്ക് അവൾ കുറച്ച് പേപ്പേഴ്സ് വെച്ച് കൊടുത്തു. തൻ്റെ കയ്യിലിരുന്ന മഹാദേവ് ഒപ്പിട്ടൊരു ഡിവോഴ്സ് പേപ്പർ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. നോക്ക്, അതർ പാർട്ടി ആരാണെന്ന്. അത് നീയാണ്, നിത്യ സേതുമാധവൻ അല്ലേ? നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്. ഇത് അവൻ തന്നെ നിന്റെ കയ്യിൽ തന്നെ ഒപ്പിടാൻ പറയുന്നതിൽ എത്രയോ നല്ലതാ. ഇത് നീ തന്നെ ഒപ്പിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു അല്ലേ? ചിന്തിച്ച് നോക്ക്. പിന്നെ ഇതൊന്നും നോക്കിയേ. സാന്ദ്രയുമായും വളരെ ഇൻറ്റിമേറ്റായി നിൽക്കുന്ന പലതരം ഫോട്ടോസും വീഡിയോകളും കാണുകെ നിത്യ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇതിലും ഡീപ്പായ പലതുണ്ട്, അത് നീ ഇപ്പം തൽക്കാലം കാണണ്ട. അവന് ഈ വക വികാരങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലെന്ന് നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ ഇപ്പം ഈ ഫോട്ടോസ് നിന്നെ കാണിച്ച്. ബട്ട് എൻ്റെ ചോദ്യം എന്താണെന്നാൽ, എന്തുകൊണ്ട് 2 വർഷമായിട്ട് ഈ അഫെക്ഷൻ അവന് നിന്നോട് തോന്നിയില്ല? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താണെന്ന് വെച്ചാൽ ഇനി നീ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് സാന്ദ്ര പുറത്തേക്ക് പോയി. മറുപടി പറയാനാവാ നിത്യ ഒരു പ്രതിമ കണക്കെ നിന്നു. തൻ്റെ കാലുകളും കൈകളും ആരോ ബന്ധിച്ചതുപോലെ നിശ്ചലമായിരിക്കുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തപ്പിത്തടഞ്ഞ് എങ്ങനെയോ അടുത്തുള്ള ചെയറിലിരുന്നു സാന്ദ്ര. ക്രൂരമായി അവൾ നോക്കി ചിരിച്ചു. ശേഷം പിന്തിരിഞ്ഞ് നടന്നു. നിത്യ അവിടെ നിന്നും വീട് ലക്ഷ്യമാക്കി ഇറങ്ങി. വീട്ടിലെത്തി മഹിയുടെ റൂമിൽ കയറിയ നിത്യ അമ്പരന്ന് ചുറ്റും നോക്കി നിന്നു. നിറയെ മഹിയും സാന്ദ്രയും ചേർന്നുള്ള ഫോട്ടോകളും മറ്റും കൊണ്ട് അലങ്കരിച്ച ഭംഗിയുള്ള ഒരു റൂം തന്നെ. ഇതിനുള്ളിലേക്ക് തന്നെ കയറ്റാത്തതിൻ്റെ കാരണം മനസ്സിലായപ്പോൾ അവളൊന്ന് ചിരിച്ചു. പെട്ടെന്ന് സാന്ദ്ര പറഞ്ഞതോർത്ത് ആ റെഡ് ഫയൽ അവൾ തപ്പിയെടുത്തു. അതിനുള്ളിലുള്ള വിവരങ്ങൾ കണ്ട് തറഞ്ഞു നിന്നു. മറുത്തൊന്നും ചിന്തിക്കാതെ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ഡിവോഴ്സ് പേപ്പറിലേക്ക് കയ്യൊപ്പിട്ട് ടേബിളിന് പുറത്തേക്ക് വെച്ചു. ശേഷം ഡോറടിച്ച് താഴെയെത്തി. തൻ്റെതായ സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി. 11 മണിക്ക് നാട്ടിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. വിശപ്പോ ദാഹമോ ഉറക്കമോ ഒന്നും അവളിൽ മാറ്റമുണ്ടാക്കിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിനുള്ളിലിട്ടു. അതിനാൽ ആർക്കും അവളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം പാർട്ടി ഏരിയയിലെ സ്ക്രീനിൽ തന്നെയും സാന്ദ്രയുടെയും ഇന്റിമേറ്റ് ഫോട്ടോസും വീഡിയോസും പ്ലേ ആവുന്ന കണ്ടതും മഹി സ്തബ്ധനായി ചാടി എഴുന്നേറ്റു. അവൻ ചുറ്റും നോക്കി. അപ്പോഴാണ് സാന്ദ്ര അങ്ങോട്ട് കയറി വന്നത്. സാന്ദ്ര, എന്താ ഇത്? അവളിവിടെ? അവളെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോഴാണ് അവൾ അന്വേഷിക്കുന്നത്. പോട്ടെ, എന്നാലും ഞാൻ പറയാം. 1/2 മണിക്കൂർ കൂടുതലായി അവളോട് നിന്ന് പോയിട്ട്. നീ അതറിഞ്ഞില്ലേ? അവളൊരു വിജയിപ്പാത്തിൽ നിന്നു. സാന്ദ്ര! അവൻ അവൾക്കടുത്തേക്ക് അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. അവളുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ താഴെ വീണ് അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. ദേ നോക്ക്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാ കൊന്നുകളി നിന്നെ. മൈ, നീയും നടങ്ങ്. ഇപ്പൊ എത്രയും വേഗം വീട്ടിലെത്തി അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. നീ വാ, മെറീന പറഞ്ഞു. അവരെല്ലാം വീട്ടിലെത്തി. അവിടെയെല്ലാം അവളെ അന്വേഷിച്ചു. മൈ, അവളിവിടെ ഇല്ല. അവളുടെ റൂമിൽ അവളുടെ സാധനങ്ങളൊന്നും കാണാനില്ല. ഫോൺ പോലും സ്വിച്ച് ഓഫാ. മെറീന, എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുന്നു. സായി, എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. മൈ, നീ ടെൻഷൻ അടിക്കാതെ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. മെറി, ഞാൻ വരുന്നു. സായി പുറത്തേക്ക് പോയി. മൈ വിളിച്ചറിയിച്ചനുസരിച്ച് സതീശൻ ബസ് സ്റ്റാൻഡിലെത്തി. ഓരോ ബസ്സും ശ്രദ്ധിച്ച് പരിശോധിച്ചു. ഒടുവിലൊരു ബസ്സിൽ വന്നിറങ്ങിയ നിത്യയെ സതീശൻ വല്ലവിധിനെയും പറഞ്ഞ് അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയത് അവൾ റൂമിലേക്ക് കയറി ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. മറ്റാരെയും കാണാനോ സംസാരിക്കാനോ അവൾ കൂട്ടാക്കിയില്ല. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറി ഉച്ചയോടെ മൈ തിരുവനന്തപുരത്തെത്തി. മൈയെ കണ്ട മാത്രമേ സതീശനും മായും ദേഷ്യത്തിൽ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ശരിയാണ്, തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടെന്താ? അവൻ റൂമിലേക്ക് നടന്നു. ഡോറിൽ മുട്ടി. ഡോർ തുറക്കുന്നില്ല. അവൻ യാചനയോടെ പൊട്ടിക്കരഞ്ഞോട് തറയിലേക്ക് ചാഞ്ഞിരുന്നു. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മാപ്പ് പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ഡോറുമെല്ലെ തുറന്നു. അവൻ അത്യധികം പ്രതീക്ഷയോടെ റൂമിലേക്ക് കയറി. ആ ഇരുട്ടിൽ ചെറിയ നിഴലിണക്കം പോലെ അവളെ കണ്ടതും സന്തോഷത്തോടുകൂടി അവളുടെ അരികിലെത്തി. അവളെ ശ്വാസം മുട്ടിക്കുമാറി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാനെല്ലാം നിന്നോട് തുറന്നു പറയണമായിരുന്നു. പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച് തെറ്റ് പറ്റിപ്പോയി നിത്യ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. അത് നിന്നോട് പ്രകടിപ്പിക്കാൻ പേടിയായിരുന്നു. കാരണം അവളി തറിഞ്ഞ് അതിനെ ഉപദ്രവിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് അവളെ പറ്റി അറിയായിരുന്നില്ലേ? എന്നിട്ടും നീ കേട്ടത് എന്തോ ആവട്ടെ, അതിൻ്റെ സത്യാവസ്ഥ ഒരു തവണ എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? ഒരു വാക്ക് പോലും പറയാതെ അറിയാതെ എന്തിനാ നീ വീട് വിട്ടു പോയത്? അവൻ അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി ദൂരേക്ക് മാറി നിന്നു. വേണ്ട, എൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചാ ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഇനി എല്ലാവർക്കും വേണ്ടി ഒരു മണ്ടിയെ നിന്ന് തരാൻ ഞാൻ ഒരുക്കമല്ല. ഒരു പെണ്ണ് ഇതുപോലെ ആർക്ക് വേണ്ടി സ്വയം നശിക്കില്ല. നീ പറയുന്നത് ശരിയാണ്. മട നിത്യ,
സത്യങ്ങളാവുന്നില്ല. മെറീനക്കും സഹായിക്കും ഇതെല്ലാം അറിയാം. ഓക്കെ, നിങ്ങളെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ് ശരിയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ സൈൻ ചെയ്ത ഡിവോഴ്സ് നോട്ടീസ് സാന്ദ്രയുടെ കയ്യിലും അതുപോലെ നിങ്ങളുടെ വീട്ടിലും വന്നു? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ആ ഇഷ്ടം എന്നോട് പ്രകടിപ്പിക്കായിരുന്നു. അല്പം കെയറിംഗ് എനിക്ക് തരുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും നിങ്ങളുടെ റൂമിൽ കയറാനോ നിങ്ങളുടെ സാധനങ്ങളിൽ തൊടാനോ എനിക്ക് അനുവാദമോ അവകാശം ഉണ്ടായിരുന്നില്ല. എന്തിന്? ആ റൂമിൽ പോലും നിറയെ അവളല്ലേ. ശരിയാണ്, ആദ്യം എനിക്ക് നിന്നോട് വെറുപ്പ് തന്നെയായിരുന്നു. കല്യാണമേ വേണ്ടാന്ന് വെച്ചവനായിരുന്നു ഞാൻ. ബട്ട് പിന്നെ അപ്പോഴേക്കും നിന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നവരെ എനിക്ക് അവളെ നിശബ്ദയാക്കാൻ ആ റൂം അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവണമായിരുന്നു. കാരണം അവൾ അപകടകാരിയാ. എന്തായാലും നാളെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. നിങ്ങളും കൂടെ ഉണ്ടാവണം. എന്നെപ്പറ്റി നിങ്ങൾക്കുള്ളൊരു തെറ്റിദ്ധാരണ കൂടി എനിക്ക് മാറ്റണം. ശേഷം ഈ ബന്ധം തുടരണോ വേണ്ടോ എന്ന് ആലോചിക്കാം. പിറ്റേന്ന് രാവിലെ തന്നെ മെറീനയും സായിയും മൈയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ശേഷം എല്ലാവരും നിത്യയുടെ വീട്ടിലേക്ക് പോയി. സതീശൻ വിളിച്ചറിച്ചതിനെ തുടർന്ന് അവരെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് എത്തിയ പാടെ നിത്യ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ അവസ്ഥ കാണി എല്ലാവരിലും വിഷാദം തെളിയിച്ചു. മൈ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചൊരു ഭാഗത്തേക്ക് മാറി നിന്നു. വന്നവരെല്ലാം ഇറങ്ങാൻ നേരം നിത്യ എല്ലാവരോടും നിൽക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അവൾ ഉറക്കെ പറഞ്ഞു, എന്റെ കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ കല്യാണത്തിന് തനിക്ക് താല്പര്യമില്ലെന്ന് പറയാൻ മഹിയേട്ട എന്നെ വിളിച്ചിരുന്നു. ആ ഫോൺ കോൾ ഇവിടെ നിൽക്കുന്നതിൽ ആരാണ് അറ്റൻഡ് ചെയ്തെന്ന് എനിക്കിപ്പോൾ അറിയണം. അതൊരിക്കലും ഞാനല്ല, അതെന്റെ നമ്പരുമല്ല. അവസാനമായിട്ട് എന്റെ മേലുള്ള ആ തെറ്റിദ്ധാരണ കൂടെ എനിക്കവിടെ തിരുത്തണം. മായി ഒരു ഞെട്ടിലോടെ അവൾ നോക്കി. ശേഷം അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. എന്താ നീ ഇപ്പൊ പറഞ്ഞ്? അന്ന് ഫോൺ എടുത്തത് നീയല്ലെന്നോ? അതെ, അവള് പറഞ്ഞ സത്യ, അത് അവളല്ല. പക്ഷെ ഇതിലൊരു കാര്യം മാത്രമേ എനിക്കറിയാം. ആ നമ്പർ നിനക്ക് എന്നെ ഏൽപ്പിച്ച് മായാൻഡിയാ, മെറീന പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരുടെയും നോട്ടം മായയിലേക്ക് നീണ്ടു. മായ അവിടുന്ന് പതിയെ നിത്യയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളിനോട് ക്ഷമിക്കണം. ഞാനാ എല്ലാത്തിനും കാരണം. എൻ്റെ മകൻ്റെ ജീവിതം മാത്രമേ എൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഈ കല്യാണം നടക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാനന്ന്. അവരുടെ വാക്കുകൾ മുറിഞ്ഞു. ഇത് കേൾക്കെ സതീശൻ അവിടെ അടുത്തെത്തി അവരടിക്കാനാഞ്ഞതും നീത അയാളുടെ മുമ്പിലേക്ക് വന്ന് അയാൾ തടഞ്ഞു. ഇല്ല ആൻറ്റി, ഇതിൽ ഞാനും കുറ്റക്കാരിയാ. ശിക്ഷിക്കണമെങ്കിൽ എന്നെയും തല്ലിക്കോളും. കാരണം ആ കോൾ അറ്റൻഡ് ചെയ്ത് ഞാനാ. അതിൻ്റെ പഴയ നമ്പരാ. കാരണം ഈ കല്യാണം നടക്കുന്നതിൽ അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു. കുട്ടിക്കാലം മുതൽ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം, അവളുടെ മനസ്സും. അതുകൊണ്ടാ ഞാനും ആൻറ്റിക്കൊപ്പം നിന്ന്. മായി സ്തബ്ധനായി നിന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നിത്യ മുന്നിലേക്ക് വന്നു. ഇനി മഹിയേട്ടന് പോവാം. അവൾ ഉള്ളിലേക്ക് തിരികെ നടന്നു. കണ്ണുനീർ നിറഞ്ഞിട്ട് തന്റെ കാഴ്ച മറഞ്ഞിരിക്കുന്നു. അവൾ തന്നെ മുറിയുടെ വാതിലായി ചാരി തറയിലേക്കിരുന്നു. പെട്ടെന്ന് മായി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും അവൾ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നിത്യ, ഇല്ല, നിന്നെ വിട്ടിനി ഞാൻ എങ്ങോട്ടേക്കും പോവില്ല. എനിക്കതിന് കഴിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും നീ ഇത്രയും നാൾ അനുഭവിച്ചതിന് പകരാവില്ലെന്ന് എനിക്കറിയാം. എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വിട്ടുപോയി. തെറ്റ് എൻ്റെയാണ്, എൻ്റെ മാത്രം. നിത്യ, പ്ലീസ്, ഈ ഒരൊറ്റ തവണ മാത്രം നീ എനിക്ക് മാപ്പ് തരണം, പ്ലീസ്. കണ്ണുകളടച്ച് ചുമരിൽ ചാരിയെന്നല്ലാതെ അവളൊന്നും തന്നെ മിണ്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതിനിടയിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് ഒരു ഹോട്ടൽ തകർത്തതിനും മൈയുടെ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ചതിനുമായി സാന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം മൈ തിരികെ പോകാൻ റെഡിയായ നേരത്ത് ഒരു പുഞ്ചിരി എല്ലാവർക്കും നൽകി യാത്ര പറഞ്ഞിറങ്ങി. അവൻ നേരെ നിത്യയുടെ വീട്ടിലേക്ക് എത്തി. അവനെ കണ്ട സീത അവനടുത്തേക്ക് വന്നു. മഹി, നീ ഇവിടുന്ന് പോയത് മുതൽ ആ റൂമിൽ കയറി ഇരിപ്പായതാ എൻ്റെ കുട്ടി. ഈ നിമിഷം വരെ ഈ റൂമിന് പുറത്തേക്ക് അവൾ ഇറങ്ങിയിട്ടില്ല. ഭാമയോ നിതയോ നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിച്ചാലായി. ആരോടൊന്നും മിണ്ടാറില്ല, എപ്പോഴും മൗനം. ഈ അച്ഛൻ്റെ വേദന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നീ വിചാരിച്ചാൽ മാത്രം എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അങ്കിൾ വിഷമിക്കണ്ട, ഞാൻ അവളൊന്ന് കണ്ടിട്ട് വരാം. അവനുള്ളിലേക്ക് കയറിപ്പോയി. റൂമിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കാണെ അവൻ അവൾക്കടുത്തേക്ക് നടന്നു. പിന്നിൽ ആളനക്കം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞു പെയ്യാൻ വെമ്പി നിന്നു. അവൻ അല്പം പോലും സമയം കളയാതെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീയും ഉണ്ടാവും. അത് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്ന്. അവൾ പതിയെ പുറകോട്ട് മാറി. ഇല്ല, ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല പറഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങിയതും അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവളുടെ മുഖമാകെയും ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതോടൊപ്പം ആ നെഞ്ചിലെ സങ്കടങ്ങളും പതിയെ പതിയെ അലിഞ്ഞില്ലാതെയായി. മാസങ്ങൾ കഴിഞ്ഞ് രാവിലെ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഞെട്ടി ഉണർന്നു. ചുറ്റും നോക്കി. നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ചാടി എണീറ്റു. അയ്യോ, എൻ്റെ എക്സാം! ഇന്ന് അവൾക്ക് നെറ്റിന്റെ എക്സാമാണ്. ഓടി ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞിറങ്ങി കണ്ണാടിക്കുമ്പിൽ വന്നു നിന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് 2 കൈകൾ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് വലിച്ചു. ചെറുചിരിയോടെ അവൾ തിരിഞ്ഞു നിന്നു. എൻ്റെ പൊന്നു മോനെ, വാദിയാരെ, എനിക്കിപ്പോൾ തീരെ സമയമില്ല, വിട്ടേ. പിന്നെന്തിനാടി ഈ വേഷം കിട്ടി രാവിലെ തന്നെ എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്? ദേ,
ഈ ഒരു എക്സാമിന് വേണ്ടി ഇത്രയും നാളെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ നീ? ദാറ്റ്സ് ഇനഫ്. അവനൊരു വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി. ശേഷം അവൻ അവളെ ചേർത്ത് നിർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി അവനിൽ പറന്ന് കയറാൻ തുടങ്ങി. പെട്ടെന്ന് ഏതോ ഒരു നിമിഷത്തിൽ കിതപ്പോടെ അവൾ ചാടി എഴുന്നേറ്റു. പ്ലീസ് മയ്യേട്ട, വേണ്ട, ഇന്നൊരു ദിവസം കൂടി പ്ലീസ്. അവന്റെ മുഖത്തേക്ക് നോക്കി നാണത്തോടെ അവൾ പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ ബെഡിലായി എഴുന്നേറ്റിരുന്നു. ചെല്, വേഗം പോയി റെഡി ആയിട്ട് വാ, അവൻ പറഞ്ഞു. മയ്യേട്ടൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആര് പറഞ്ഞു എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന്? ഇവിടെ ഞാനല്ല പിന്നെ വേറെ ആരടി നിന്നെ മനസ്സിലാക്കാനുള്ളത്? അവൾ പുഞ്ചിരിയോടെ അവന്റെ മാറിലേക്ക് ചാഞ്ഞു. അവർക്ക് മുന്നിൽ ഇനിയുള്ള ഓരോ പ്രഭാതവും എന്നും സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് പ്രത്യാശിക്കാം.